ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹിമാലയൻ ഒഡീസിയുടെ 8ാമത്തെ ദിവസമാണെന്ന്. ലേയിൽ നിന്ന് ഹൻലേയിലേക്ക്, ഹൻലെ HANLE, ഹൻലെ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ഞങ്ങളിന്ന് പോവാണ്. 14,800 അടി ഹൈറ്റിലാണ് ഹൻലെ. ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ദിവസം ഞങ്ങൾ 50 പേരും ക്രൂവും കൂടിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 60-65 പേര് കൂടിയിട്ടാണ് ഞങ്ങളുടെ യാത്രകളൊക്കെ ഉണ്ടായിരുന്നത്. ഇന്ന് മുതൽക്ക് ഞങ്ങളുടെ 100 പേരുടെ ഗ്രൂപ്പും അതിൻ്റെ കൂടെ ക്രൂവും കൂടിയിട്ട് 125-130ൻ്റെ അടുത്ത ആൾക്കാരാണ് ഞങ്ങൾ യാത്ര ചെയ്യണത്. അതിൽ തന്നെ 120ൻ്റെ അടുത്ത് ബൈക്കുകളുണ്ട്. പിന്നെ ബാക്കി വണ്ടികൾ, സപ്പോർട്ടിംഗ് വെഹിക്കിൾസ്, ഡോക്ടറുടെ വെഹിക്കിൾസ്, അവരുടെ ഉള്ള ക്രൂ എല്ലാവരും കൂടി 130ൻ്റെ അടുത്ത ആൾക്കാരാണ് ഞങ്ങൾ യാത്ര ചെയ്യണത്. ഇതൊരു 5 ദിവസത്തെ യാത്രയാണ്. 6ാമത്തെ ദിവസം തിരിച്ച് ഞങ്ങൾ ലേയിലേക്ക് തന്നെ തിരിച്ചെത്തും. ലേയിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ മുന്നേയുള്ള ഈ 5 ദിവസത്തിൽ ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മോട്ടറബിൾ റോഡായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഉയരം കൂടിയ വാഹനങ്ങൾക്ക് പോകാവുന്ന റോഡായിട്ടുള്ള ഉംലിംഗ്ല വരെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പാങ്കോങ്സോ, നുബ്ര, അതുപോലെ സിയാച്ചിൻ ബേസ് ക്യാമ്പ് ഒക്കെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ ഓരോന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ലേയിൽ നിന്ന് ഹൻലേയിലേക്ക് 260ഓളം കിലോമീറ്ററാണ്. റോഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നല്ല റോഡാണെന്ന് തോന്നുന്നില്ലേ? ശരിയാണ്, നല്ല റോഡായിരുന്നു. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അടിപൊളി റോഡാണ്. പക്ഷേ ഇന്നത്തെ ബ്രീഫിങ്ങിൽ ഞങ്ങളുടെ അടുത്ത് അവർ പറഞ്ഞത് ഇതേ കാര്യമാണ്. ഇത്രയും ദിവസമായിട്ട് ഞങ്ങൾ കട്ട് റോഡ് കൂടെയാണ് മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പോകുന്നുണ്ടായിരുന്നത്. പല റോഡുകളും ഒട്ടും സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ തന്നെയായിരുന്നു ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നത്, വാട്ടർ ക്രോസിങ്ങും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റോഡ് പെട്ടെന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കാനുള്ള ഒരു മോഹം എന്തായാലും ഉണ്ടാവും. പക്ഷെ അവർ ഇന്നത്തെ ബ്രീഫിങ്ങിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഈ റോഡ് കൂടെ ഭയങ്കരമായിട്ടുള്ള സ്പീഡിൽ വണ്ടി ഓടിക്കരുത് എന്ന്. കാരണം റോഡ് ഒട്ടും ലെവലിലല്ല. ഗട്ടർ ഉണ്ടെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ഗട്ടർ ഒട്ടും ഉണ്ടായിരുന്നില്ല. വളരെ അപൂർവമായിട്ടാണ് ഗട്ടറുള്ള റോഡുകൾ ഉണ്ടായിരുന്നത്. അതും 1-2 പാലങ്ങൾ തകർന്നിട്ട് ആ ഭാഗത്തൊക്കെയാണ് ഞങ്ങൾക്ക് റോഡ് കൺസ്ട്രക്ഷനും ഗട്ടർ റോഡും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇത്രയും നല്ല ടാർ റോഡ് തന്നെയായിരുന്നു. പക്ഷേ ടാർ റോഡ് ലെവലല്ല. അത് കാരണം പെട്ടെന്നാണ് വണ്ടി ഒരു കുണ്ടിൽ പോയ പോലെയൊക്കെ നമുക്ക് തോന്നുക. അത് കാരണം ആക്സിഡൻറ്റ് ഉണ്ടാവാൻ വളരെ എളുപ്പമുള്ള ഏരിയയാണ്. അതുകൊണ്ട് വളരെ പതുക്കെ മാത്രമേ നിങ്ങൾ വണ്ടി ഓടിക്കാവൂ എന്നുള്ള ഇൻസ്ട്രക്ഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റോഡിൽ ഒരു 160ഓളം കിലോമീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. മിലിറ്ററി ചെക്ക് പോസ്റ്റാണ്. അവിടെ നമ്മളുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുത്ത് വെരിഫൈ ചെയ്യണം. നമ്മൾക്ക് അതിൻ്റെ മുന്നേ തന്നെ പാസ് എടുത്തിട്ടുണ്ടായിരിക്കണം. പാസ് കൊണ്ട് മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഫോറിനേഴ്സ് ആണെച്ചാൽ പാസ്പോർട്ട് നിർബന്ധമാണ്. ഞങ്ങളുടെ ആധാറും ബാക്കി ഡോക്യുമെൻസും ഒക്കെയാണ് ഞങ്ങളുടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ പിന്നെ ആറിയുടെ കൂടെ ആയത് കാരണം, റോയൽ എൻഫീൽഡിൻ്റെ കൂടെ ആയത് കാരണം ഞങ്ങൾക്ക് അതിൻ്റെ പൊല്ലാപ്പുകളൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും ഒക്കെ അവരായിരുന്നു ചെയ്തത്. അത് കാരണം ഞങ്ങൾക്ക് വളരെ ഈസി ആയിരുന്നു. ഇനിയുള്ള യാത്രകളിൽ പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ അലൗഡ് ആയിരുന്നുണ്ടായിരുന്നില്ല. അത് കാരണം പല സ്ഥലങ്ങളിലെയും വീഡിയോകളൊന്നും ഇല്ല ഞങ്ങളുടെ കയ്യിൽ. പക്ഷേ യാത്രകളിൽ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ വീഡിയോ എടുക്കാം. മിലിറ്ററി ഏരിയ ഒന്നും വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഡ്രോൺ ഉപയോഗിക്കാൻ പാടുണ്ടായിരുന്നില്ല. ഹൻലെ ഒരു വില്ലേജാണ്. അടുത്ത 2 ദിവസം ഞങ്ങൾ ഹൻലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ പോയി ഉംലിംഗ്ല പോയി തിരിച്ച് ഹൻലയിലേക്ക് തന്നെ തിരിച്ച് വരികയാണ് ചെയ്യുന്നത്. ഹൻലെ വില്ലേജ് ആയത് കാരണം തന്നെ താമസ സൗകര്യങ്ങളൊന്നുമില്ല. കാരണം ടെൻറ്റിലാണ് ഞങ്ങളവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സെർച്ചുവിലെ ടെൻറ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലുള്ള ടെൻറ്റൊന്നും ആയിരുന്നില്ല. അറ്റാച്ച്ഡ് ബാത്റൂമും ഒക്കെ ആയിട്ടുള്ള ടെൻറ്റ്. ഇത് വളരെ സാധാരണമായിട്ടുള്ള ഈ ഡെക്കാത്തിലണിൽ നിന്നൊക്കെ കിട്ടുന്ന ടെൻറ്റ് പോലത്തെ ടെൻറ്റായിരുന്നു. 14,800ഓളം അടി ഹൈറ്റിലാണ് ഹൻലെ. നല്ല തണുപ്പ് തന്നെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. രാവിലെ 10 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിർത്തി. എന്തായിരുന്നു സ്ഥലത്തിൻ്റെ പേരൊന്നും ഓർത്തർ ഓർമ്മയില്ല കേട്ടോ. റോഡ് സൈഡിലൊരു ധാബ കണ്ടു കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ്. ചായ കുടിക്കാനായിട്ട് നിർത്തിയതാണ്. എല്ലാവരും ഇറങ്ങി ചായ കുടിക്കാനും ടോയ്ലറ്റിലൊക്കെ ഒന്ന് പോകാനും വേണ്ടിയിട്ടൊക്കെയാണ് ഞങ്ങളിവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ വിൽക്കാൻ വെച്ച് കണ്ടൊരു ചൂലാണിത്. നല്ല രസമുണ്ടല്ലേ?
ലഗേജിൽ സ്ഥലമില്ലാത്ത കാരണം ഞാനൊരു മുട്ടുസൂചി പോലും ഈ യാത്രയിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചായയുടെ ക്വാളിറ്റി ഭയങ്കര മോശമാണെന്ന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഒരു കൂൾ ഡ്രിങ്ക്സ് മാത്രം വാങ്ങി ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. ഒരു 10-15 മിനിറ്റ് ഞങ്ങളിവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ. ഓരോരുത്തരായിട്ട് വണ്ടി എടുത്ത് പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. റോയൽ എൻഫീൽഡിൻ്റെ ഫോട്ടോഗ്രാഫേഴ്സാണ് കേട്ടോ ഈ മുന്നിലത്തെ വണ്ടിയിൽ ഫോട്ടോ എടുത്തുകൊണ്ട് പോണത്. ഇത് ഉള്ള പാലം ഒലിച്ചു പോയിട്ട് BRO പുതുതായിട്ട് താൽക്കാലികമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു പാലമാണ് കേട്ടോ. ഇതുപോലത്തെ ഇഷ്ടംപോലെ പാലങ്ങൾ ഇനി മുന്നിലേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇത് നീല നിറത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കണ്ടു കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നിങ്ങൾക്കറിയാം അത് താൽക്കാലിക പാലമാണെന്നുള്ളത്. അത് കൂടെ ഒരൊറ്റ വണ്ടിക്ക് മാത്രമേ കടന്നു പോകാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിനുള്ള സ്പേസേ ഉള്ളൂ. ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു കാറോ ഒരു ലോറിയോട്ടോ എതിരെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു സ്പേസ് അതിലില്ല. ബൈക്കുകളാണെങ്കിൽ തന്നെ 2 എണ്ണത്തിലധികം പോകരുത് എന്നുള്ളതാണ് അവർ പറയുക. പുതിയ പാലം ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാക്കി വരുന്നുണ്ട് അവർ. അതൊന്നും ആയിട്ടില്ല. ഇനി കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ BRO അല്ലേ, അത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വരുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതായി കാണുന്നതാണ് പുതിയ പാലം ഉണ്ടാക്കി വരുന്നത്. ഹൻലെ വരെ എത്തുന്ന റോഡിൽ ഇങ്ങനത്തെ ചില പാലം കൺസ്ട്രക്ഷൻ അല്ലാതെ വേറെ ഒന്നും ഡാമേജ്ഡ് ആയിട്ടുള്ള റോഡുകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതോടെ തന്നെ പെട്ടെന്ന് തന്നെ വളരെ നല്ല റോഡിലേക്ക് ഞങ്ങൾ കയറും ചെയ്തു കേട്ടോ. പിന്നെ ഏറ്റവും അധികം കാണുന്ന വണ്ടികൾ നമ്മൾ മിലിറ്ററി വണ്ടികൾ തന്നെയാണ്. അവരുടെ ട്രക്കുകളും അവരുടെ ജീപ്പുകളും തന്നെയാണ് നമ്മൾ ഏറ്റവും അധികം ഈ റോഡിൽ കാണുക. ഈ റോട്ടിൽ ഞങ്ങൾ ഫേസ് ചെയ്ത വേറൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. റോട്ടിൽ മുഴുവൻ കല്ലുകൾ വീണ് കിടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ലെഫ്റ്റ് സൈഡിൽ കല്ലുകൾ റോട്ടിലേക്ക് വീണ് കിടക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കല്ലുകൾ ഇഷ്ടംപോലെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. അത് ആ മണ്ണിൻ്റെ കളറായത് കാരണം ഭയങ്കര അപകടമായിരുന്നു. ഇത് കണ്ടില്ലേ, അയാൾ കാണിച്ചു തരണം ഞങ്ങൾക്ക് വലിയ കല്ലുകൾ വീണ് കിടക്കുന്നുണ്ടെന്ന്. ഇതുപോലെ നമ്മളും ബാക്കിൽ വരുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ആ കല്ലിൻ്റെ കളർ അങ്ങനെയായത് കാരണം. ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള മണ്ണ് ഉതിർന്ന് റോട്ടിലേക്ക് വീഴുന്നത്, അല്ലെങ്കിൽ കല്ല് ഉതിർന്ന് റോട്ടിലേക്ക് വീഴുന്നതായിരുന്നു അതുണ്ടായിരുന്നത്. റോഡ് ഒരു കല്ലുകൾ ഒരു തരം പ്രത്യേക മണ്ണായിരുന്നു, അല്ലെങ്കിൽ പ്രത്യേക തരം കല്ലായിരുന്നു ഈ ഒരു ഹിമാലയൻ ഏരിയയിൽ ഉണ്ടായിരുന്നത്. ഇങ്ങനത്തെ ഒരു തരം കല്ലായിരുന്നു അത്. റോട്ടിലേക്ക് വന്ന് വീണിട്ട് പലപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വീഴുകയൊക്കെ ചെയ്തു. ഒന്നും കാര്യമായിട്ടൊന്നും പറ്റിയില്ലെങ്കിലും അതിനുശേഷം ഞങ്ങളെല്ലാവരും വളരെ കെയർഫുള്ളായിരുന്നു.
12:30 കൂടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു ഏരിയയിൽ ലഞ്ചിനായിട്ട് നിർത്തി. ഒരുപാട് ദ്രാവകൾ ഉണ്ടായിരുന്നു അവിടെ, ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് രമേശ് ചേട്ടൻ്റെ അഭിപ്രായങ്ങൾ വീഡിയോ എടുക്കുന്ന വീഡിയോഗ്രാഫറാണ് കാണുന്നത്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ വീഡിയോഗ്രാഫറാണ്. അവർ ഈ 100 പേരോടും അഭിപ്രായങ്ങൾ ചോദിക്കുന്നതും നമ്മളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ആക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ധാബയിൽ നിന്നാണ് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങൾ കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല, ഞങ്ങളൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ കാണുന്ന ടോയ്ലറ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ പോയത്. ടോയ്ലറ്റ് എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ. പണ്ട് നാട്ടിലൊക്കെ കാണാറില്ലേ, 2 വടി ഇട്ടിട്ട്, ഒരു മറ കെട്ടി ഉണ്ടാക്കി ഒരു വടി ഇട്ടിട്ട് ഒരു കുഴിയുടെ മുകളിൽ ഇങ്ങനെ 2 വടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഭയങ്കര കഷ്ടമായിരുന്നു. എങ്ങനെയോ കാര്യം സാധിച്ചു പോകുന്നു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഒരു 2 മണി 2:30 ആയിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. കാരണം ഈ കാണുന്ന ഒരു കാര്യമാണ്. ആ ദൂരെ കാണുന്നതാണ് മിലിറ്ററി ചെക്ക് പോസ്റ്റ്. അവിടുന്ന് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹൻലയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ റോയൽ എൻഫീൽഡിൻ്റെ കൂടെ ആയതുകൊണ്ട് ഞങ്ങളൊന്നും ഇറങ്ങി ചെല്ലേണ്ടി വന്നില്ല. ഫോറിനേഴ്സ് മാത്രമേ അവിടെ ഇറങ്ങി ചെല്ലേണ്ടി വന്നിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൊന്നും വീഡിയോ എടുക്കരുത് എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഞങ്ങളുടെ ലീഡുകൾ തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല. ഒരാളും ഫോട്ടോ പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കടന്ന് ഈ വശത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇനി നിങ്ങളുടെ മെമ്മറിക്ക് വേണമെങ്കിൽ വീഡിയോ ഫോട്ടോ ആയിട്ട് എടുത്തോളാൻ പറഞ്ഞു. അതുകൊണ്ട് അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഹൻലയിലെത്തി. ഹൻലെ ശരിക്കും ഒരു വില്ലേജാണ്. ഒരു വളരെ നാട്ടുമ്പുറമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഹൻലെ. പശുക്കളും അതുപോലെ കുതിരകളും ഒക്കെ മേഞ്ഞ് നടക്കുന്നതും റോട്ടിലും ഒക്കെ കാണാം. ഇവിടെയൊക്കെ ഒരു പുഴയുടെ സൈഡിലാണിത്. 14,600 അടി ഹൈറ്റിലാണ് ഹൻലെ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഹൻലയിൽ ഹോട്ടലുകളൊന്നുമില്ല. അതുകൊണ്ട് റോയൽ എൻഫീൽഡായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ടെൻറ്റുകളായിരുന്നു ഇത്. അത് നമ്മളുടെ വളരെ ചെറിയ ടെൻറ്റുകൾ തന്നെയായിരുന്നു. അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒരു മലയുടെ സൈഡിലായിരുന്നു ഈ ടെൻറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദൂരെ കാണുന്ന കറുത്ത മലയില്ലേ, അത് ചൈനയാണ് കേട്ടോ. ഇവിടെ ഡ്രോൺ ഉപയോഗിക്കരുത് എന്നുള്ള ശക്തമായിട്ടുള്ള നിർദ്ദേശം ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇത് റോയൽ എൻഫീൽഡ് അറേഞ്ച് ചെയ്തിട്ടുള്ള താമസ സൗകര്യം ആയതുകൊണ്ട് സർവീസ് അല്ലെങ്കിൽ റൂം സർവീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ തന്നെ ഞങ്ങളുടെ ലഗേജുകളൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചു. ഞങ്ങൾ തന്നെ എടുത്തിട്ട് ഞങ്ങളുടെ ടെൻറ്റിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. ആ കാണുന്ന പോലെയുള്ള കുഞ്ഞു ടെൻറ്റുകളായിരുന്നു. കഷ്ടി ഒരാൾക്ക് ഇങ്ങനെ ഇരിക്കാവുന്നതായിരുന്നു ടെൻറ്റ്. ഈ ഇടതുവശത്ത് വെള്ള നിറത്തിൽ കാണുന്നതൊക്കെ സർവീസിൻ്റെ ടെൻറ്റുകളായിരുന്നു. ആദ്യത്തെ ടെൻറ്റ് ഉണ്ടായിരുന്ന ചാർജിങ് സ്റ്റേഷനായിരുന്നു. 100-ൽ പരം പ്ലഗുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കായിട്ട്. രണ്ടാമത്തെ ടെൻറ്റ്, ഈ കാണുന്ന ടെൻറ്റ് ഡോക്ടേഴ്സിൻ്റെ ടെൻറ്റായിരുന്നു. ഡോക്ടർമാർ മിക്ക സമയത്തും അവിടെ ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ടെൻറ്റ് ഭക്ഷണവും അതിൻ്റെ കഫറ്റീരിയ എന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഡൈനിങ് ഹാൾ എന്നോ ഒക്കെ പറയാവുന്ന സംഭവമായിരുന്നു മൂന്നാമത്തെ ടെൻറ്റ്. ഞങ്ങൾ ലഞ്ചിന് നിർത്തിയ സ്ഥലം മുതൽക്ക് ഞങ്ങൾക്ക് നെറ്റ് അവൈലബിൾ ആയിരുന്നില്ല. നെറ്റ് എന്നല്ല, മൊബൈൽ സിഗ്നൽ അവൈലബിൾ ആയിരുന്നില്ല. അത് ആദ്യം തന്നെ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൈലബിൾ ആവില്ല എന്ന്. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ മൊബൈൽ സിഗ്നലുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ലഞ്ചിന് നിർത്തിയപ്പോൾ തന്നെ പാരൻസിനോടും എല്ലാവരോടും വിളിച്ച് 2 ദിവസം അവൈലബിൾ ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 തരം ടെൻറ്റ് അവൈലബിൾ ആയിരുന്നു ഇവിടെ. ഒക്കെ ചെറിയ കുട്ടി ടെൻറ്റുകൾ തന്നെയായിരുന്നു അധികം അവൈലബിൾ ഉണ്ടായിരുന്നത്. പക്ഷേ കുറച്ച് വലിയ അല്ലെങ്കിൽ ആ മഞ്ഞ നിറത്തിൽ കാണുന്ന ദൂരക്കത്ത് കാണുന്ന അതുപോലത്തെയുള്ള ടെൻറ്റുകൾ, കുറച്ച് ഹൈറ്റിലുള്ള ടെൻറ്റുകളും കൂടി അവൈലബിൾ ആയിരുന്നു. അവരെപ്പോഴും പ്രയോറിറ്റി കപ്പിൾസിന് തന്നത് കാരണം ഞങ്ങൾക്കൊക്കെ വലിയ ടെൻറ്റുകളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വണ്ടികൾ മുഴുവനും അവിടെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവർ കോഫി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കോഫിയും സ്നാക്സും ഒക്കെ ഞങ്ങൾ കഴിച്ചു. ഞങ്ങളെല്ലാവരും നന്നായിട്ട് കഴിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും അധികം ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബ്രെഡ് പക്കോടയും കോഫിയും ബിസ്ക്കറ്റും ആയിരുന്നു അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് തോന്നി. വിശന്നിട്ടാണോ എന്നറിയില്ല കേട്ടോ. ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ടെൻറ്റ്. ഇതിൻ്റെ നേരെ പിന്നിൽ കാണുന്നത് 2 ടെൻറ്റ്. ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ടെൻറ്റാണ് ഉണ്ടായിരുന്നത്. ഇതായിരുന്നു ഇങ്ങനെ കടക്കുന്ന ഭാഗത്ത് ഒരു റൂമും, അത് കഴിഞ്ഞ് റൂമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഒരു ടെൻറ്റാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ബെഡും സ്ലീപ്പിംഗ് ബാഗുമാണ് ഉണ്ടായിരുന്നത്.
പിന്നെ നമ്മുടെ ലഗേജ് വെക്കാനൊക്കെ സ്ഥലം ഭയങ്കര കുറവായിരുന്നു. കാറ്റ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ബാക്കി ടെൻറ്റുകൾ. ശരിക്കും ഒരു 6 അടി ഹൈറ്റുള്ള ഒരാൾക്ക് നീണ്ടു നിവർന്ന് കിടക്കാൻ തന്നെ കഷ്ടി സ്പേസാണ് ഉണ്ടായിരുന്നത്. നീട്ടി നിൽക്കാൻ ഒരിക്കലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ടെൻറ്റൊക്കെ ഭയങ്കര വലുത് തന്നെയായിരുന്നു കേട്ടോ. എനിക്കും രമേശേട്ടനും വേറെ വേറെ ടെൻറ്റുകളാണ് കിട്ടിയത്. ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ ലഗേജൊക്കെ കൂടി ഒരു ടെൻറ്റിൽ വെച്ച് ആ ബെഡ് കൂടി ഈ ബെഡ് മറ്റേ ടെൻറ്റിൽ കൊടുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരേ ടെൻറ്റിലാണ് കിടന്നത്. ഞങ്ങൾ ചെയ്യുന്നത് കണ്ടുകൂടെ ബാക്കി എല്ലാ കപ്പിളുകളും അത് തന്നെ ചെയ്തു. റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ടെൻറ്റ് ഉണ്ടായിരുന്നത്. ഈ കാണുന്നതായിരുന്നു ഞങ്ങളുടെ ടോയ്ലറ്റുകൾ. ഈ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നത് സ്ത്രീകളുടെ ടോയ്ലറ്റും ഈ കാണുന്ന സെക്ഷൻ ഉണ്ടായിരുന്നത് ജെൻസിൻ്റെ ടോയ്ലറ്റുമാണ്. അവിടെ വലിയ വലിയ ടാങ്കുകളിൽ വെള്ളം പിടിച്ച് വെച്ച് നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് വേണം ടോയ്ലറ്റിൽ പോകാൻ. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ടാങ്കുകൾ കാണാനില്ലേ? ഇങ്ങനെ ടാങ്കുകൾ വെച്ചിട്ട് ആ ടാങ്കുകളിൽ നിന്ന് വേണം വെള്ളം, ബക്കറ്റുകൾ നിറച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു 3 ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ടോയ്ലറ്റ് കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു, ഒരു കമോഡ് കുഴിച്ചിട്ടിരിക്കുക മാത്രമാണ് ഞങ്ങളുടെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നത്. ഐസ് ഉരുക്കി എടുത്ത പോലെ ഉണ്ടായിരുന്ന വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അത്യാവശ്യം ടോയ്ലറ്റ് പോവുക എന്നല്ലാതെ വേറെ ഒരു പണിയും അവിടെ നടന്നിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസം ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യുക എന്നല്ലാതെ കുളിക്കുക എന്നുള്ളൊരു പരിപാടിയേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെതർ നല്ലതായത് കാരണം ഞങ്ങൾ വൈകുന്നേരം നടക്കാനൊക്കെ പോയി. അവിടെ ഒരു പുഴയുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും കാണാനില്ല. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കൂടെയൊക്കെ ഒന്ന് നടന്ന്, ഈ ഹിമാലയത്തിൽ കൂടെയൊക്കെ ഒന്ന് നടന്ന് കയറി. പിറ്റേ ദിവസം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ ഏരിയയായിട്ടുള്ള ഉംലിംഗ്ലയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. അത് രാവിലെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല തണുപ്പും ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റിയിരുന്ന് പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചു. അപ്പോൾ ഉംലിംഗ്ലയിലെ വിശേഷങ്ങളുമായിട്ട് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.